എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? റെസൊല്യൂഷൻ ഞാൻ പുതിയൊരാളാവാൻ തീരുമാനിച്ചു. അയ്യോ ഞങ്ങൾക്ക് പഴയ റിമി തന്നെ എപ്പോഴും ഇഷ്ടം. പുതിയ ആളാവാൻ പഴയ ദുശീലമൊക്കെ മാറ്റി പുതിയൊരാളാവാൻ തീരുമാനിച്ചു. മൊത്തത്തിലൊരു ചേഞ്ച് ആവുകയാണ് അല്ലേ? ചിലപ്പോ നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളായിരിക്കില്ല. ശരി, എം ജി സാർ എന്തെങ്കിലും റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ ന്യൂ ഇയർ? ഉണ്ട്. എന്താ? 100% എടുത്തിട്ടുണ്ട്. എന്താ? വേറൊന്നുമല്ല, 2024 എന്റെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കും 2025. ഞാൻ ശരിക്കും പറഞ്ഞാലൊന്ന് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താലോ എന്നൊരു ആലോചന ഉണ്ട് എനിക്ക്. കുറച്ച് കൂടുതൽ സൂപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ ജ്യൂസ് ഒക്കെ കഴിച്ച് അങ്ങനെ ആലോചന ഉണ്ട്. പക്ഷേ എന്റെ മുമ്പിൽ ആരും ഇടിയപ്പം കടലക്കറി പത്തിരി ഇതൊന്നും കൊണ്ട് വയ്ക്കരുത്. ഭക്ഷണത്തിന് മുമ്പ് അല്ലേ? അത് നല്ലൊരു ഐഡിയ. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി 2025 എല്ലാവർക്കും ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ധനധാന്യ സമൃദ്ധി, ബഹുപുത്ര ലാഭ, ആയുരാരോഗ്യ സിദ്ധിർഭവം. രണ്ട് സുന്ദരികൾ ആ ഡെയിനെ കണ്ടോ? എന്റെ പൊന്നെ, ഈ അനശ്വര എന്നുള്ള പേര് എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് അനശ്വര എന്നൊരു കൊച്ചു ഇവിടെയുണ്ട്. പക്ഷെ അത് പാടാൻ വരുമ്പോഴത്തേക്ക് ഇവന്റെ സന്തോഷം കണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൂട്ടത്തിൽ ഒരു സിനിമ അഭിനയിച്ചതും കൂട്ടത്തിൽ ഒരു റോള് കിട്ടാത്തതിന്റെ വിഷമം ഉണ്ട്. അത് എന്നും വീട്ടിൽ പോയി കരഞ്ഞു തീർക്കുന്നൊക്കെ പറയണേ. ഒരുമിച്ച് അഭിനയിക്കണ്ട, അതിന് സമയമാകുമ്പോ അഭിനയിപ്പിച്ചോളൂ. അനശ്വര സുഖമായിരിക്കുന്നു. ഏത് ഫിലിമാണ് ഇപ്പം? രേഖാചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി വന്നാൽ നമ്മളിപ്പോ 2025 കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ ഒരുപാട് ആഘോഷങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ആഘോഷങ്ങളിൽ ഒരു ആഘോഷമാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. അപ്പൊ രേഖാചിത്രം വലിയ വിജയമായി തീരട്ടെ. ആരാണ് ഡയറക്ടർ? ആരാണ്? ജോഫിൻ ചേട്ടനാണ്. ജോഫിൻ ചാക്കോ. ആള് പ്രീസിന് ശേഷം ഹീറോ ആസിഫ് അലിയാണ്. ഹീറോയിൻ ആണല്ലോ. ഹീറോയിൻ വേറെ രണ്ടുപേരുണ്ട്. സെറീൻ ഇതില് പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ മേഘ ചേച്ചി. അങ്ങനെ നമ്മൾ 4 പേരുണ്ട്. ഇതൊരു ത്രില്ലർ എന്ന് തോന്നിക്കും, പക്ഷെ ഒരു ത്രില്ലറിനെക്കാളും ഒരു ഡ്രാമ, ഇമോഷൻസും ഡ്രാമയൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഒരു മലയാള സിനിമയിൽ അധികം ഒന്നും വന്നിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് ട്രൈ ചെയ്യുന്ന അങ്ങനെ ഒരു ജേർണലിലുള്ള ഒരു സിനിമയാണ്. ഫാമിലിക്കും യൂത്തിനൊക്കെ ഇഷ്ടപ്പെടേണ്ട ഒരു സിനിമയാണ്. അതെ, അതെ, പോലീസ് വേഷത്തിൽ വരുന്ന ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഞാനിപ്പോ ചെയ്തതില്. ആ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഷൂട്ടിന് ശേഷവും സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും ഞാൻ ഒരുപാട് എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്റെ അത്രയും ഒരു പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഞാൻ അതിനകത്ത് ചെയ്തത്. അനശ്വര ഒരു പടത്തിലുണ്ടോ? പിന്നെ നമുക്കൊന്നും നോക്കണ്ട, ഇതുവരെ നമ്മുടെ തെറ്റിച്ചിട്ടില്ല. അനശ്വര ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്യാരണ്ടീഡ് ഹീറോയിൻ എന്നൊക്കെ പറയില്ലേ, ഹിറ്റാണ്. അല്ല, ഒരു പ്രത്യേകതയുണ്ട് ഈ ചിത്രത്തിൽ. എനിക്ക് ഒന്ന് നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ? അത് അതിലത്തെ ഒരു ഭാഗമാണ്. അതെ, അതിനകത്തെ ഒരു ഭാഗമാണ്. കംപ്ലീറ്റ് കന്യാസ്ത്രീ വേഷമല്ല. ഈ കൊച്ചു പ്രായത്തിന് ഇത്ര നല്ല ക്യാരക്ടേഴ്സ് നോക്കി സെലക്ട് ചെയ്ത് അത് എങ്ങനെ പറ്റുന്ന മോളെ? കണ്ടാ കുഞ്ഞൊരു കൊച്ചു ഇത്ര വലിയൊരു റോൾ കൊടുത്താലും ആ ക്യാരക്ടർ ഗംഭീരമാ, കൈകളിൽ ഭദ്രം. അതെന്താ? അത് ടാലന്റ് ഉണ്ട്. ഏറ്റവും വലിയെന്ന് വെച്ചാൽ നല്ല സിനിമകള് വരുമ്പോ അവരുടെ മൈൻഡിലേക്ക് എന്റെ ഒരു മുഖം അല്ലെങ്കിൽ എന്റെ ഒരു പേര് വരുന്നതെന്ന് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കരുതുന്നു. അല്ല, മാത്രമല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടണമല്ലോ. അതെ, അതെ, ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ചുമ്മാ കുറെ പടങ്ങൾ ചെയ്തതിനെക്കാട്ടില് നമ്മൾ വർഷത്തില് 5 പടം ചെയ്താലും മതി. അത് 5ഉം നല്ല ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ. ഇനി ബാമയെ പറ്റി നമുക്കൊന്ന് അറിയണമെന്നുണ്ട്. ബാമയുടെ സെക്കൻഡ് ഫിലിം ആണല്ലേ? അതെ, എന്റെ സെക്കൻഡ് ഫിലിമാണ് ഇപ്പം രേഖാചിത്രം. ഞാൻ മുന്നേ ചെയ്തത് മദനോത്സവമായിരുന്നു. അത് പണ്ടത്തെ കമലഹാസന്റെ അല്ല. മദനോത്സവം കഴിഞ്ഞ വർഷം April 14th ആയിരുന്നു മദനോത്സവം റിലീസായി. ഇപ്പൊ OTT സ്ട്രീം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ഹിറ്റ് ആയിരുന്നു സുരാജേട്ടന്റെ പടം, എനിക്കറിയാം. പിന്നെ കണ്ടിരുന്നു. പിന്നെ ഇതില് ഞാൻ ആസിഫിന്റെ പേരായിട്ടാണ് ചെയ്തേക്കുന്നത്. ജേർണലിസ്റ്റ് ആയിട്ടാണ് ഇതിലെന്റെ ക്യാരക്ടർ. പിന്നെ ഇപ്പോ മമ്മൂക്കയുടെ കൂടെ ഒരു മൂവി ഇപ്പോ ഷൂട്ട് കഴിഞ്ഞിരിക്കുക. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ രേഖാചിത്രം കഴിഞ്ഞാൽ നെക്സ്റ്റ് റിലീസ് ആവുന്നത് ബസൂക്ക ആയിരിക്കും.
അടിപൊളി അടിപൊളി. ഓക്കെ അപ്പൊ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നല്ല കാലം തന്നെ 2025 അതെ ആവട്ടെ. കുറെ ദിവസമായിട്ട് ആഗ്രഹിച്ചിരിക്കുക അനശ്വരെ കാണാൻ അനശ്വരെ കാണാൻ. മാത്രമല്ല ഒരു പാട്ട് കേൾക്കാൻ. അയ്യോ ഒരു പാട്ട് മനുഷ്യരുടെ പാടും കഴിഞ്ഞ തവണ വന്നപ്പോ സൂപ്പർ ആയിട്ട് ഒരു പാട്ട് പാടി. ഞാൻ പാടിയ ഞാൻ എയറിൽ ഒരു ഏറുമാടം കെട്ടി താമസിക്കേണ്ടി വരും. ഞാൻ ചെയ്യില്ല അത്. രണ്ടുപേരി എനിക്ക് പക്ഷേ ചേട്ടന്റെ എനിക്കൊരു ലൈവ് പെർഫോമൻസ് എനിക്ക് അങ്ങനെ ഒരു കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ചേട്ടൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാമോ പ്ലീസ്? പിന്നെ നമുക്കൊരു ഡിബേറ്റ് പാടിയല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.